നമസ്കാരം. ഗാസയിൽ ഹമാസ് തീവ്രവാദികളെ നേരിടുന്നതിനായി ഇസ്രായേൽ സൈന്യം എത്തിയപ്പോൾ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഹമാസ് ഗാസയിലുടനീളം തീർത്തിരുന്ന വലിയ തുരങ്കങ്ങൾ. ഭൂമിക്കടിയിൽ യഥേഷ്ടം ഇവർ തുരങ്കങ്ങൾ തീർത്തിരുന്നു. ഈ തുരങ്കങ്ങൾ എവിടെ തുടങ്ങുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇസ്രായേൽ സൈന്യം. എന്നാലും നിരവധി തുരങ്കങ്ങൾ അവർ ഇതിനോടകം തന്നെ തകർത്ത് കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും 60% തുരങ്കങ്ങൾ താർക്കാൻ കഴിയാത്തതായി, അതല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തതായി അവശേഷിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ തന്നെ കണക്ക്. അതേസമയം ഹമാസ് നേതാക്കൾ പറയുന്നത് തങ്ങളുടെ 200ഓളം പ്രവർത്തകർ ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. അവരെ ജീവനോടെ വെറുതെ വിടണമെന്നെല്ലാം പലതവണ ഇടനിലക്കാർ വഴി അല്ലെങ്കിൽ മധ്യസ്ഥന്മാർ വഴിയൊക്കെ തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. എന്നിട്ട് ഇവർ ഈ തുരങ്കങ്ങൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയാതെ കുഴങ്ങുകയായിരുന്നു എല്ലാവിധ സന്നാഹങ്ങളുമുള്ള ഇസ്രായേൽ പോലും. പക്ഷേ ഇപ്പോൾ പ്രകൃതി തന്നെ ഇവർക്കൊരു പണി കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഗാസയിൽ അതിശക്തമായ പേമാരിയും കൊടുങ്കാറ്റും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടായി. ഈ മണ്ണിടിച്ചിലിൻ്റെ ഫലമായി ഈ ഹമാസിൻ്റെ തുരങ്കങ്ങൾ പലതും തകർന്നതായിട്ടാണ് പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മണ്ണ് മാറിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും ഈ തുരങ്കങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായത് ഇതും ഇവരുടെ തുരങ്കങ്ങൾ തന്നെയാണ്, പ്രകൃതിയാണ് ഇവർക്ക് ഈ പണി കൊടുത്തത് എന്ന്. ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലുള്ള ഗാസയുടെ വടക്കൻ മേഖലയിലുള്ള അതിർത്തി പ്രദേശത്താണ് ഇത്തരത്തിലുള്ള നിരവധി തുരങ്കങ്ങൾ ഈ മണ്ണിടിച്ചിലിൽ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും ഇനിയും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ പ്രകൃതി തന്നെയാണ് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഇത്തരത്തിലുള്ളൊരു പണി കൊടുത്തത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഇവർ തട്ടിക്കൊണ്ടുവന്ന് ബന്ദികളാക്കിയ ആ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്തതും കൊന്നതുമെല്ലാം തന്നെ ഇത്തരം തുരങ്കങ്ങൾക്കുള്ളിൽ വെച്ചാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അങ്ങനെയുള്ള ഈ തുരങ്കങ്ങളാണ് ഇപ്പോൾ പ്രകൃതി തന്നെ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതായത് ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ പ്രകൃതി തന്നെ ഒടുവിൽ രംഗത്തെത്തി എന്ന് തന്നെ കരുതേണ്ടി വരും. അത്രത്തോളം ക്രൂരതകൾ കാട്ടിക്കൂട്ടിയ തീവ്രവാദ സംഘടനയാണ് ഹമാസ്. അവരുടെ ഈ കൊലയാറകൾക്കുള്ളിൽ എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞടങ്ങിയത്. ഇപ്പോഴും ഒരു മൃതദേഹം വിട്ടുകിട്ടാൻ പോലുമുണ്ട്. അങ്ങനെയുള്ള ഹമാസിൻ്റെ ഈ തുരങ്കങ്ങൾ തകർക്കുക എന്ന് പറയുന്ന ഇസ്രായേൽ സൈന്യം ചെയ്യേണ്ടിരുന്ന ജോലി പ്രകൃതി തന്നെ ഒടുവിൽ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനിയും അവിടെ ഒരുപാട് തുരങ്കങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവ എവിടെയാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പ്രകൃതിക്ഷോഭത്തിലാണ് ഇത്രയധികം തുരങ്കങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ വളരെ രസകരവും വിചിത്രമായൊരു കാര്യം, ഹമാസിന് ഇപ്പോൾ പുതിയൊരു വക്താവിനെ കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ പേരും വിശദാംശങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. മുഖം മൂടിക്കെട്ടിയ നിലയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോയിൽ ഈ വക്താവ് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ചില ആളുകളുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് മുഹമ്മദ് സിൻവറാണ്. യാഹ്യ സിൻവർ എന്ന ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായിരുന്ന വ്യക്തിയുടെ അനിയനാണ് മുഹമ്മദ് സിൻവർ. ഇയാളെ അറിയപ്പെട്ടിരുന്നത് ഖാൻ യൂണിസിലെ കശാപ്പുകാരനെന്നാണ്. ഇയാൾ അതിക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിരുന്ന ഈ മുഹമ്മദ് സിൻവർ ആൺകുട്ടികളെയും ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുമായിരുന്നു. അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇവരെ ഇരയാക്കുമായിരുന്നുവെന്നുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇയാളുടെ സഹോദരൻ യാഹ്യ സിൻവറിനെ പൊതുവെ എല്ലാവരും വിളിക്കുന്നത് ഗാസയിലെ കശാപ്പുകാരനെന്നാണ്. എന്ന സഹോദരനെ മുഹമ്മദ് സിൻവറിനെ ഖാൻ യൂണിസിലെ കശാപ്പുകാരനെന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഈ മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയ ആളുകളാണ്. അതുപോലെ ഹമാസിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മറ്റു ചില നേതാക്കന്മാരുടെയൊക്കെ തന്നെ പേരുകൾ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടത് ഈ വർഷം ജൂലൈയിലായിരുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ട ചില നേതാക്കന്മാരുടെ പേരുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഹമാസ് വക്താവ് പുറത്തുവിട്ടിരിക്കുകയാണ്. അബു ഒബൈദ, ഹക്കാം മുഹമ്മദ് ഇസ അൽ ഇസ, മുഹമ്മദ് സബാന തുടങ്ങിയ നിരവധി നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടുവെന്ന് ഇപ്പോഴാണ് ഹമാസ് സ്ഥിരീകരിക്കുന്നത്, എത്രയോ മാസം കഴിഞ്ഞതിന് ശേഷം. ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ പോലും ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇവരുടെ ആരുടെയും മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നൊന്നുമില്ല. നമുക്കറിയാം, പണ്ട് ബിൻ ലാദൻ്റെ മൃതദേഹം അമേരിക്കൻ സൈന്യം കടലിൽ കെട്ടിത്താഴ്ത്തിയതുപോലെ ഇവരുടെ മൃതദേഹങ്ങളുമൊക്കെ തന്നെ ഇസ്രായേൽ എവിടെയാണ് മറവ് ചെയ്തതെന്നുള്ള കാര്യം പോലും ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരെ കഷ്ടകാലം തുടരുകയാണ്. ദൈവവും പ്രകൃതിയും എല്ലാം അവർക്കെതിരാണ്. നമ്മുടെ നാട്ടിൽ ഹമാസിന് വേണ്ടി കൊടിപിടിക്കാനും മെഴുകുതിരി കത്തിക്കാനൊക്കെ നടക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. പ്രകൃതി എന്ന ആ മഹാസത്യം ഈ ഹമാസ് തീവ്രവാദികളെ അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വലിയൊരു പേമാരിയും കൊടുങ്കാറ്റും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടാക്കി ഈ ഹമാസ് തുരങ്കങ്ങൾ പരമാവധി പുറത്തെത്തിക്കുന്നതിന് ഏറെ സഹായകരമായി പ്രവർത്തിച്ചത്.